ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ്റെ വിശദവിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ യോഗ്യതകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ അടുത്തിടെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു ഉദ്യോഗാർത്ഥി വിളിക്കുകയും പുള്ളിക്കാരിയുടെ യോഗ്യതയെപ്പറ്റി സംസാരിക്കുകയും അത് ഇക്വലൻസിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കേരള PSCയുടെ ലിസ്റ്റിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം കേരള PSCയിലേക്ക് ബന്ധപ്പെട്ട് പുള്ളിക്കാരുടെ യോഗ്യതയെപ്പറ്റി പറഞ്ഞപ്പോൾ PSCയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ പഠനം നടത്തിയപ്പോൾ അതിൽ നിന്ന് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന് കൃത്യമായൊരു ധാരണയുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഇതിൽ കൃത്യമായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ മറുപടിയാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 4/2/2026 അപ്പം ഇനി സമയമുണ്ട് നമ്മുടെ മുമ്പിൽ, അടുത്ത മാസം വരെ സമയമുണ്ട്. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾക്ക് ഇതറിയാതെ പോകാത്തത് കൊണ്ട്, ഇത് അറിഞ്ഞില്ല എന്ന കാരണത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അപേക്ഷിക്കാൻ പറ്റാതിരിക്കരുത്. പലപ്പോഴും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ എന്ന് കാണിക്കും, പക്ഷേ നിങ്ങൾക്ക് ഇക്വലൻസി അല്ലെങ്കിൽ ഹയർ വെച്ച് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയാം 613/2025 എന്ന നമ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം വരുന്നത്. ഇൻസ്പെക്ടർ ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്നതാണ് പോസ്റ്റ്. അത്യാവശ്യം സാലറി ഉള്ള പോസ്റ്റാണ്. 43,400 തുടങ്ങി 91,200 അവസാനിക്കുന്ന സാലറിയാണ്. ഇനി ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. അത് നിലവിലെ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആവുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റിൽ നിയമനം നടക്കുന്ന ഒരു വേക്കൻസി കൂടിയാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി നമുക്ക് പറഞ്ഞ പോയിന്റിലേക്ക് വരാം, ആർക്കാണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. ഇവിടെ ഗ്രാജുവേഷൻ ഇൻ സയൻസ് വിത്ത് ഫിസിക്സ് ആസ് എ വൺ ഓഫ് ദ സബ്ജക്ട് എന്നുള്ളൊരു വ്യവസ്ഥ കിടപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു യോഗ്യതയായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു ഫിസിക്സ് ഒരു പേപ്പറായിട്ട് എടുത്ത പല കോഴ്സുകളുമുണ്ട്. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകളുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുകളിൽ ഫിസിക്സ് നിങ്ങളൊരു പേപ്പറായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതിനോടകം അവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കേരള PSCയിൽ ഇത്തരത്തിലുള്ള ഒരു എക്സാമിനേഷന് വേണ്ടിയും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നിങ്ങൾ ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ എലിജിബിൾ ആണ്. പക്ഷേ ഇതിനോടകം PSCയുടെ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് PSC ആ ഇക്വലൻസിയുടെ ലിസ്റ്റിൽ ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് വിഷയം ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇൻഎലിജിബിൾ എന്ന് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിയമപരമായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. പക്ഷേ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേടിയിരിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ BSc ആയിരിക്കുമല്ലോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ ഒരു BSc കരസ്ഥമാക്കിയിരിക്കുന്ന നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഉറപ്പായിട്ടും ഫിസിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാകണം എന്നുള്ളത് ഉറപ്പുവരുത്തണം. രണ്ടാമത്, കേരളത്തിന് പുറത്തു നിന്നുള്ളവർ, അതായത് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങൾ കരസ്ഥമാക്കിയത്. ഇപ്പോൾ കേരളത്തിനകത്തുള്ള സ്ഥാപനമാണെങ്കിൽ പോലും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അതിന് തീർച്ചയായിട്ടും കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി കിട്ടും. അതായത് ഫിസിക്സിൻ്റെ അല്ല ഉദ്ദേശിക്കേണ്ടത്, നിങ്ങളുടെ കോഴ്സിന് ഇക്വലൻസി കിട്ടും എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനി രണ്ടാമത്, അപേക്ഷിക്കുന്നതിനും എക്സാം എഴുതുന്നതിനും ഒന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കൺഫർമേഷൻ കൊടുക്കാം, എക്സാമിനേഷൻ എഴുതാം. ഇനി നിങ്ങളുടെ അടുത്ത ടാർഗറ്റ് എവിടെയാണ്, അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം എവിടെയാണ്? നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കടമയുണ്ട്. ഈ ഒരു കടമയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് ഈ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം? നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ പറ്റണം. നിങ്ങളുടെ ഒരു ഗ്രാജുവേഷൻ ലെവലിൽ നിങ്ങൾ ഫിസിക്സ് ഒരു പേപ്പറായിട്ട് പഠിച്ചു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുണ്ടാവും. അപ്പോൾ മറക്കണ്ട, നിങ്ങൾ ഒരു പേപ്പർ ഫിസിക്സ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിന് ഇക്വലൻസി നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റിയാൽ മാത്രം മതിയാവും. ഇതിൻ്റെ കൂടുതൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസിലേക്കൊന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. രണ്ടാമതായിട്ട് BTech ആണ്. ഈ BTech സ്വാഭാവികമായിട്ടും പഠിക്കുന്നവർക്ക് ഫസ്റ്റ് സെക്കൻഡ് സെമ്മുകളിലായിട്ട് എന്തായാലും ഫിസിക്സിൻ്റെ പേപ്പറുകളൊക്കെ ഉണ്ടാവും. അത് ഏത് രീതിയിൽ നിങ്ങൾ വന്നാലും, അതായത് നമ്മുടെ ലാറ്ററൽ എൻട്രി വഴി നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും നിലവിൽ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഏത് സ്ട്രീമിലെ BTechകാർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്ന് വരുന്നു. ഇത് നമുക്ക് മുമ്പിൽ വന്നൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഇഷ്യൂ നമ്മുടെ മുമ്പിൽ വരികയും അവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു
അവരുടെ പ്രൊഫൈൽ കാണിച്ചിരുന്നത്. എന്നാൽ PSCയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യോഗ്യതകളും കാര്യങ്ങളും ഒക്കെ അവിടെ PSCയുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയ ഫീഡ്ബാക്കാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തരുന്നത്. ഇനി നമ്മുടെ മുമ്പിൽ സമയമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കാണിക്കാൻ പറ്റും, അതായത് ഗ്രാജുവേഷൻ ലെവൽ കാണിക്കാൻ പറ്റും എന്നുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിലും ബിടെക്കിന് ഏത് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം. മാത്രമല്ല സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ളത് കാണിക്കാനും പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെ നല്ലൊരു തസ്തികയാണ്. കേരള സർക്കാരിൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാറ്റസിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ മറക്കണ്ട, എല്ലാവരും ഈ ഒരു പോസ്റ്റ് വേണ്ടി തയ്യാറെടുക്കുക. ഇനിയും ഇതിൽ PSC കൊടുത്തിരിക്കുന്ന ഇക്വലൻസി കൂടി ഞാൻ പറഞ്ഞേക്കാം. BSc ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ്, BSc ഫിസിക്സ് ആൻഡ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, MSc ഫിസിക്സ്, BSc or MSc ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇത്രയാണ് ഇക്വലൻസി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ തന്നെ ടേമിൽ തന്നെ മറ്റേതെങ്കിലും അപ്ലൈഡ് ഇലക്ട്രോണിക്സ് കൂടാതെ മറ്റ് വെറൈറ്റീസ് ഓഫ് ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ട്. അതിലും നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഈ ലിസ്റ്റ് വന്നിരിക്കുന്നത് പറഞ്ഞാൽ PSC കൊടുക്കുന്നതല്ല, PSC ഇതിനോടകം അപ്രൂവൽ ചെയ്ത് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ വെരിഫിക്കേഷൻ സമയത്ത് ഇത് വന്ന് അതിനെ കൺസിഡർ ചെയ്തിട്ടുള്ളവരെയാണ്. അപ്പോൾ നമ്മൾ ഇനിയും കൊടുക്കുമ്പോൾ ആ സബ്ജക്റ്റ് കൂടി ഇനി വരും വർഷങ്ങളിൽ എന്തായിട്ട് വരും, ആടായിട്ട് വരും എന്ന് കരുതിയാൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. ഇനി അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, പഠനം കൂടി കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതിന് സിസ്റ്റമാറ്റിക്കുള്ള പ്രിപ്പറേഷൻ അനിവാര്യമാണ്. അതിനായിട്ട് ANS അക്കാഡമി നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പഠനം നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കും. ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലൊക്കെ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് വളരെ ഒത്തന്റിക് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡി തന്നെ ആവശ്യമാണ്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.